ഹലോ, ഇനി നമുക്ക് എങ്ങനെ ഒരു ദുപ്പട്ടയിൽ ബോർഡർ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. 2.5 മീറ്റർ നോർമൽ ഫാബ്രിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 38 ഇഞ്ചിൽ വിഡ്ത്തായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡറായിട്ട് എടുക്കുന്നതും ഒരു റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തു. 2.5 ഇഞ്ചിൻ്റെ വിഡ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ബോർഡർ പോലെ ലോങ് ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. ഇനി മെറ്റീരിയലിൻ്റെ റഫ് സൈഡും അതിൻ്റെ മേളിൽ ബോർഡറിൻ്റെ റഫ് സൈഡുമായിട്ട് ഫേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിന് ഗ്യാപ്പിൽ ഫുള്ള് നമ്മൾ ആ ഷോളിൻ്റെ സൈഡ് 4 സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ആ ബോർഡർ വെച്ചിട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു 4 സൈഡിൻ്റെയും എൻഡ് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ വന്ന് നമ്മൾ സൂചി കുത്തി തിരിച്ച് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് പാടായിരിക്കും ജോയിൻ ചെയ്തെടുക്കാൻ. പക്ഷെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ കിട്ടും. ബോർഡർ ജോയിൻ ചെയ്ത എൻഡ് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അത് നമുക്കൊരു കോണായിട്ടാണ് 3 സൈഡും ചെയ്ത പോലെ തന്നെ വരേണ്ടത്. അതിനായിട്ട് ആ കോൺ സൈഡിൽ തന്നെ ഒരു സ്ലാൻഡിങ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ 4 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് തിരിച്ചിടാൻ പറ്റും. തിരിച്ചിട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് 4 സൈഡിൻ്റെ എൻഡ് ഒന്നും കൂടെ ടോപ്പ് സ്റ്റിച്ച് പോലെ കൊടുത്തേക്കാം. അവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ചായിട്ട് ആദ്യമേ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടും. അങ്ങനെ അത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബോർഡറിൻ്റെ മറുവശം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ആ മെറ്റീരിയലിലേക്ക് പതിച്ച് അടിക്കുകയാണ്. അതിൽ ഇതുപോലെ തന്നെ 4 സൈഡ് വരുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് മുകളിലേക്ക് നിൽക്കുന്ന ബോർഡറിൻ്റെ മെറ്റീരിയലുണ്ട്, അത് ഉള്ളിലേക്ക് വീഡിയോയിലുള്ളതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ 2 സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതൊരു കോർണറിലേക്ക് നല്ലൊരു ഫിനിഷിങ്ങിലായിട്ട് കിട്ടും.